നരേന്ദ്രമോദി കേരളത്തിനെ അവഗണിക്കുന്നു എന്ന് മുഴുവൻ സമയവും പ്രസംഗിച്ചു നടക്കുന്ന ഭരണപക്ഷത്തോടും പ്രതിപക്ഷത്തോടും ഒന്ന് ചോദിക്കട്ടെ. അപ്പോ നിങ്ങൾ ഇപ്പോഴും കേരളിന്റെയും ഒരിക്കലും സ്മാർട്ടാവാത്ത ആ സ്മാർട്ട് സിറ്റിയുടെയും പിറകിൽ നിന്ന് മുന്നോട്ട് വന്നില്ല അല്ലേ? അതിവേഗം ബഹുദൂരം എന്ന് പറഞ്ഞ് മോഹിപ്പിച്ചപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നതും യാത്രാ ദുരിതം കുറഞ്ഞതും നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? രാജ്യത്തെ ആദ്യ ജലമെട്രോ കൊച്ചിയിൽ യാത്ര തുടങ്ങിയതും ഇതിനൊക്കെ എത്രയോ മുൻപ് വീടില്ലാത്ത നഗര ഗ്രാമപ്രദേശത്തെ നിർധനരായ ജനങ്ങൾക്ക് വീട് എന്ന ആശയത്തോടെ നടപ്പിലാക്കിയ PM ആവാസ് യോജന പദ്ധതി പ്രകാരം സ്വന്തം പാർപ്പിടം എന്ന സാധാരണക്കാരന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് പൂവിട്ടത്. നമ്മുടെ കേരളത്തിലെ മുക്കം നഗരസഭയ്ക്ക് ഒരു ബഹുമതി കിട്ടിയതും നിങ്ങൾ അറിഞ്ഞില്ലേ? 3 തവണ, അതായത് ഏറ്റവും കൂടുതൽ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി പ്രകാരം വീടുകൾ നിർമ്മിച്ചതും, അതും 87%, തൊടുപുഴയും കൽപ്പറ്റയും 75% എന്ന കണക്കിൽ തൊട്ടു പിറകിലും ഉണ്ടായിരുന്നു. കുറഞ്ഞത് കേരളത്തിലെ 1.5 കോടി സാധാരണക്കാരെ കൈപിടിച്ചുയർത്തി നരേന്ദ്രമോദി മുദ്ര യോജനയുടെ പ്രയോജനം ഏറ്റവും അധികം ലഭിച്ചതും കേരളത്തിന് തന്നെയാണ്. പദ്ധതി ആരംഭിച്ച് 2015 മുതൽ 2024 വരെ കേരളത്തിൽ 1.5 കോടി സാധാരണക്കാർ പ്രധാനമന്ത്രി മുദ്ര യോജനയുടെ ഗുണഭോക്താക്കളായി. 98,892 കോടി രൂപയാണ് വായ്പയുടെ രൂപത്തിൽ സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയത്. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 68% സ്ത്രീകളും 13% പിന്നോക്ക വിഭാഗങ്ങളിൽ നിന്നുമാണ്. ദേശീയ തലത്തിൽ 6.3 ലക്ഷം അപേക്ഷകർക്കായി 4.93 ലക്ഷം കോടി രൂപയും, ദേശീയ തലത്തിൽ 6.3 ലക്ഷം അപേക്ഷകർക്കായി 4.93 ലക്ഷം കോടി രൂപയും അനുവദിച്ചു. 2023 ഏപ്രിൽ മുതൽ 2024 മാർച്ച് വരെ കേരളത്തിൽ മാത്രം 19.13 ലക്ഷം അപേക്ഷകർക്ക് 17,319.15 കോടി രൂപയും അനുവദിച്ചു. അപേക്ഷകർക്ക് 17,319.15 കോടി രൂപയും അനുവദിച്ചു.